ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ് മീനഷഷ്ഠി അഥവാ കപിലഷഷ്ഠി. സുബ്രഹ്മണ്യ പ്രീതിക്കായി അനുഷ്ഠിക്കുന്ന ഏറ്റവും ഉത്തമമായ വ്രതമാണ് വെളുത്ത പക്ഷത്തിൽ നോൽക്കുന്ന ഷഷ്ഠിവ്രതം. ഓരോ മാസത്തെയും ഷഷ്ഠിവ്രതാനുഷ്ഠാനത്തിന് വിവിധ പ്രത്യേകതകൾ വിധിച്ചിട്ടുണ്ടെങ്കിലും മീനമാസത്തിലെ ഷഷ്ഠി ഭക്തർക്ക് അത്യപൂർവമായ ഫലസിദ്ധിയാണ് സമ്മാനിക്കുന്നത്. മീനമാസം ശുക്ലപക്ഷ ഷഷ്ഠിയിൽ വ്രതം നോൽക്കുകയും സുബ്രഹ്മണ്യ പ്രീതിക്ക് വഴിപാടുകൾ നടത്തുകയും മന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്താൽ പരമശിവൻ്റെയും സ്കന്ദൻ്റെയും ഒന്നിച്ചു പൂജ ചെയ്ത ഫലമാണ് ലഭിക്കുന്നത്. ഇതിലൂടെ ഭക്തർക്ക് കൈലാസവാസമാണ് ഫലമായി പറയുന്നത്. ഇന്ന് മീനമാസ ഷഷ്ഠിക്ക് മറ്റൊരു വലിയ സവിശേഷത കൂടിയുണ്ട്. ഈ ദിനം രോഹിണി നക്ഷത്രത്തിലാണ് വരുന്നത് എന്നതിനാൽ ഇതിനെ കപിലഷഷ്ഠി എന്നും വിളിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തെ വ്രതാനുഷ്ഠാനം അതിവേഗത്തിലുള്ള ഫലസിദ്ധിയും ഇരട്ടി ഫലവും നൽകും. ഈ പുണ്യദിനത്തിലെ സുബ്രഹ്മണ്യ ഭജനയിലൂടെ മക്കളുടെ അഭിവൃദ്ധി, സന്താനഭാഗ്യം, ജീവിത പുരോഗതി, രോഗശാന്തി, തൊഴിൽ ഉന്നതി, ശത്രുദോഷങ്ങളിൽ നിന്നുള്ള രക്ഷ എന്നിവയെല്ലാമാണ് കൈവരുന്നത്. മക്കളുടെ ഉയർച്ചയ്ക്കും ശ്രേയസ്സിനുമായി മാതാപിതാക്കൾക്ക് പൂർണ്ണ വിശ്വാസത്തോടെ ആശ്രയിക്കാവുന്ന ഒരു പ്രധാന സങ്കേതമാണ് ബാലസുബ്രഹ്മണ്യനെ ഭജിക്കുക എന്നത്. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മക്കളുടെ പേരിൽ 12 ഷഷ്ഠി പൂജകൾ അടുപ്പിച്ചു നടത്തിയാൽ ആഗ്രഹങ്ങൾ സഫലമാകും എന്നാണ് വിശ്വാസം. ഈ ദിവസത്തിൽ ജപിക്കാവുന്ന മന്ത്രം നമുക്കൊന്ന് നോക്കാം. ഷഡാക്ഷര മന്ത്രമാണ് ഈ ദിവസം ജപിക്കേണ്ടത്. ഓം ശരവണ ഭവ എന്ന മന്ത്രം ജ്ഞാനമൂർത്തിയായ മുരുകൻ എന്ന സുബ്രഹ്മണ്യനെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ മന്ത്രം. അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഇല്ലാതാക്കാൻ ജ്ഞാനമാകുന്ന പ്രകാശത്തെ ഉദ്വേപിക്കുന്ന മന്ത്രമാണ്. ഈ മന്ത്രത്തിലെ ഓരോ അക്ഷരത്തെക്കുറിച്ചും നമുക്കൊന്ന് മനസ്സിലാക്കാം. ഷ ധ്യാനത്തിലിരുന്ന സർവ്വ ജീവജാലങ്ങൾക്കും സുഖത്തെ നൽകുന്നതും ഷ എന്ന ബീജാക്ഷരം യഥാർത്ഥത്തിൽ ശങ്കരനെ പ്രതിനിധീകരിക്കുന്നതും കൊണ്ട് തന്നെ ഭഗവാൻ മുരുകൻ ശിവസുബ്രഹ്മണ്യൻ എന്നറിയപ്പെടുന്നു. ര അഗ്നിബീജമാണ്. ഗുരുപദം ജ്ഞാന അഗ്നിയെ പ്രതിനിധീകരിക്കുന്നത് കൊണ്ട് ലോകഗുരുവായവൻ അഥവാ പിതാവിന് ഗുരുവായവൻ എന്നർത്ഥം. ഓംകാരത്തിന് മഹാദേവനായ പിതാവിന് വ്യാഖ്യാനം പറഞ്ഞുകൊണ്ട് ലോകഗുരുസ്ഥാനം ലഭിച്ചു. ശൂരപത്മൻ എന്ന മഹാസുരനെ യുദ്ധത്തിൽ ജലപ്രളയമായി വന്നെടുത്തപ്പോൾ അഗ്നിയായി ആ ജലത്തെ വറ്റിച്ചവൻ, ദേവസേനാധിപതിയായി എല്ലാ ഉത്തമരെയും കാത്തുരക്ഷിച്ചവൻ എന്ന വ്യാഖ്യാനം. വരുണനെയാണ് ഈ അക്ഷരം പ്രതിനിധീകരിക്കുന്നത്. ജലത്തിന് കാരകമായവൻ, ഗംഗ അടക്കമുള്ള പുണ്യതീർത്ഥങ്ങളിൽ ഉണ്ണിയായി രമിക്കുന്നവൻ. കർമ്മങ്ങളെല്ലാം ചെയ്തവസാനിപ്പിച്ച് നിഷ്ക്രിയത്വം കൈവരിച്ചവൻ, ജ്ഞാനമൂർത്തിയായതിനാൽ എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചവൻ. ചതുർവേദങ്ങൾ, ഉപവേദങ്ങൾ, വേദാന്തങ്ങൾ എന്നിവയ്ക്ക് അധിപൻ. ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, 12 രാശികൾ എന്നിവയെ തന്നിൽ ഒതുക്കിയവൻ. രണ്ടാമത്തെ എല്ലാം പരിശുദ്ധമാക്കുന്നവൻ എന്ന അർത്ഥം. ഇവിടെയും ജ്ഞാനാഗ്നി കാരകനാണ്. ഓം ശരവണഭവ എന്ന ഷഡാക്ഷര മന്ത്രത്തെ പ്രതിനിധീകരിച്ച് സുബ്രഹ്മണ്യൻ്റെ 6 പടേ വീടുകൾ എന്ന പേരിൽ പ്രസിദ്ധമായ 6 ക്ഷേത്രങ്ങളുണ്ട്. പഴനി, തിരുവേരകം, തിരുപ്പറകുണ്ട്രം, തിരുത്തണി, പഴമുതിർച്ചോലൈ, തിരുച്ചെന്തൂർ എന്നിവയാണവ. തൻ്റെ സർവ്വവ്യാപ്തിത്വത്തെ വ്യക്തമാക്കിക്കൊണ്ട് പഴനിയിൽ മുരുകൻ മലയിലും, തിരുത്തണിയിൽ കുന്നിലും, സ്വാമിമലയിൽ നദീതീരത്തും, തിരുപ്പറകുണ്ട്രത്ത് ഗുഹയിലും, പഴമുതിർച്ചോലയിൽ കാട്ടിലും, തിരുച്ചെന്തൂരിൽ കടൽക്കരയിലും സ്ഥിതി ചെയ്യുന്നു. മന്ത്രം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ഓം ശരവണ ഭവ. ഈ മന്ത്രം കൂടാതെ മുരുക ഭഗവാന്റെ മൂലമന്ത്രമായ ഓം വജത്ഭുവേ നമ എന്ന മന്ത്രം 108 തവണ ഇന്നേ ദിവസം ജപിക്കുന്നത് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മുരുക മന്ത്രം കമൻ്റായി രേഖപ്പെടുത്താനും ശ്രദ്ധിക്കേണ്ടതാണ്. വീണ്ടും മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ, സീ യു.